പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് നാം പഠിച്ചു വരുന്നത് അല്ലേ. മൂസ അലൈഹിസ്സലാം ഒരു ഖിബ്തിയെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ വിവരം ഫിർഔനും കൂട്ടരും അറിയുകയും മൂസ നബി അലൈഹിസ്സലാമിനെ പിടികൂടാൻ അവരിറങ്ങി പുറപ്പെടുകയും ചെയ്തു. മൂസ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ശേഷം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പുറപ്പെടുകയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ നബി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പുറപ്പെട്ടത് മദിയനിലേക്കാണ്. ഫറോവമാരുടെ ഈജിപ്ഷ്യൻ അധികാരം സീന സബ് കോണ്ടിനെൻറ്റിൻ്റെ സദേൺ ആൻഡ് വെസ്റ്റേൺ പ്രദേശങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ മിഡിയൻ ഇൻ ദോസ് ഡേയ്സ് വാസ് ഔട്ട്സൈഡ് ഫറോവസ് എംപയർ. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഉടനെ മദീനയിലേക്ക് തിരിച്ചത്. കാരണം അതായിരുന്നു ദി നിയറസ്റ്റ് ഫ്രീ ആൻഡ് ഇൻഹാബിറ്റഡ് ലാൻഡ്. ബട്ട് ദി പ്രോബ്ലം ഇസ് ഫറോവയുടെ അതോറിറ്റിയിലുള്ള ഈജിപ്ഷ്യൻ ടെറിട്ടറിയിലൂടെ വേണമല്ലോ മദീനയിലേക്ക് എത്താൻ. ഈജിപ്ഷ്യൻ പോലീസിൻ്റെയും മിലിറ്ററിയുടെയും ഒക്കെ കണ്ണ് വെട്ടിച്ച് അവരിൽ നിന്ന് രക്ഷപ്പെട്ട് വേണം മദീനയിലെത്താൻ. സോ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയൻ قال عسى ربي أن يهديني سواء السبيل صدق الله العلي العظيم. ولما توجه ഇങ്ങനെ വലമ്മ ആയപ്പോൾ, തവജ്ജഹ പുറപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവിടേക്ക് തിരിച്ചപ്പോൾ, തിൽഖാഅ മദിയൻ, തിൽഖാഅ എന്ന് പറഞ്ഞാൽ അതിനു നേരെ അല്ലെങ്കിൽ ടു ദ ഡയറക്ഷൻ ഓഫ് മദിയൻ. അപ്പം മദിയനിന് നേരെ യാത്ര തിരിച്ച സമയത്ത് ഖാല മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ട്, അസാ റബ്ബി എൻ്റെ റബ്ബ് ആയേക്കാം, അയ്യഹ്ദിയനി ഹിദായത്ത് അല്ലേ, ഹുദ അതിൽ നിന്നുണ്ടായതാണ് അയ്യഹ്ദിയനി, എന്നെ നേരായ മാർഗത്തിലേക്ക് നയിച്ചേക്കാം, സവാഅ സബീൽ നേരായ ചൊവ്വായ മാർഗം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നേരായ മാർഗം കാണിച്ചു തന്നേക്കാം എന്ന് മൂസ അലൈഹിസ്സലാം പറയുകയാണ്. അഥവാ എനിക്ക് സുരക്ഷിതനായി മദീനയിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കാണിച്ചു തരണമേ എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥന കൂടിയാണത്. പിന്നീട് വിശുദ്ധ ഖുർആൻ പറയുന്നത് മൂസ അലൈഹിസ്സലാം യാത്ര ചെയ്ത് ഒരു കിണറിനടുത്തേക്ക് എത്തുമ്പോഴുള്ള സംഭവമാണ്. അതിനിടയിൽ എങ്ങനെയാണ് മൂസ അലൈഹിസ്സലാം മദിയനിൽ എത്തിയത് എന്നോ എത്ര ത്യാഗം സഹിച്ചാണ് യാത്ര ചെയ്തത് എന്നോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു കിണർ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നറിയുമോ? ഇന്ന് സൗദിയിലെ അൽ ബിദ് എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. ഗൾഫ് ഓഫ് അഖബയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. There are some ancient ruins including 2 dry wells. അതിൽ ഒരു വെല്ലാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ സംഭവത്തിലുള്ള കിണർ എന്ന് അവിടുത്തെ നേറ്റീവ്സ് പറയുന്നതായി മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആനിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം. മദിയനിലെത്തി മൂസ അലൈഹിസ്സലാം ആ കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ കുറേ ആളുകൾ അവരുടെ ഫ്ലോക്സിനെ അഥവാ കന്നുകാലികളെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാം ചുറ്റും നോക്കി. ആൻഡ് ഹീ ഫൗണ്ട് അപ്പാർട്ട് ഫ്രം ദം 2 സ്ത്രീകൾ. അവരവരുടെ കന്നുകാലികളെ തടുത്തു നിർത്തുന്നതായിട്ടാണ് കണ്ടത്. പുരുഷന്മാരായിട്ടുള്ള ഈ ഇടയന്മാരൊക്കെ കിണറിന് ചുറ്റും തടിച്ചുകൂടി അവരുടെ കാലികൾക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുകയാണ്. പക്ഷേ ഈ പെൺകുട്ടികൾ അതിനടുത്ത് പോയില്ല എന്ന് മാത്രമല്ല, കിണറിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ ആടുകളെ അല്ലെങ്കിൽ കന്നുകാലികളെ തടുക്കുക കൂടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ട മൂസ അലൈഹിസ്സലാം അവരോടായി ചോദിച്ചു, മാ ഖത്ബുക്കുമാ, നിങ്ങൾ 2 പേരുടെയും പ്രശ്നം എന്താണ്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ട്രബിൾസ് യു? അവർ പറഞ്ഞു, ഈ ഷെപ്പേർഡ്സ് ഒക്കെ അവരുടെ കാലികളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയാലല്ലാതെ ഞങ്ങളുടെ കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല. തിക്കി തിരക്കി കാലികൾക്ക് വെള്ളം കോരിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയുമില്ല. അവർ പോകുന്നത് വരെ കാത്തു നിൽക്കുക മാത്രമേ ഗതിയുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരു കാര്യമാണ്. അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ പറയുന്നുണ്ട്, വ അബൂന ഷെയ്ഖുൻ ഖബീർ, വ അബൂന ഞങ്ങളുടെ പിതാവ് ഷെയ്ഖുൻ ഖബീർ വയസ്സായ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ളതാണ്. ഞങ്ങളുടെ ഉപ്പയാണെങ്കിലോ പടുവൃദ്ധനുമാണ്. അദ്ദേഹത്തിന് നല്ലവണ്ണം വയസ്സായിട്ടുണ്ട്. വീട്ടിൽ വേറെ ആണുങ്ങൾ ആരുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾ തന്നെ ഈ പണിക്ക് പുറപ്പെട്ടത്. ലുക്ക് ഹൗ മോഡസ്റ്റ്ലി ദേ ആർ ബിഹേവിങ്. അവരുടെ സംസാരം ശ്രദ്ധിച്ചോ? They didn't want to have a lengthy conversation with a stranger, especially a male stranger. But at the same time,
തങ്ങളെയും കുടുംബത്തെയും തെറ്റിദ്ധരിക്കുകയും അരുത് എന്നവർക്ക് നിശ്ചയവും ഉണ്ടായിരുന്നു. സോ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ടുള്ള ചോദ്യവും ആ ചോദ്യത്തിന് മാത്രമുള്ള ഉത്തരവും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ പെൺകുട്ടികളുടെ പിതാവ് ശുഐബ് നബി അലൈഹിസ്സലാമാണ് എന്നും അതല്ല ശുഐബ് നബിയുടെ സഹോദരപുത്രനാണ് എന്നുമൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഖുർആൻ ശുഐബ് നബി എന്ന അർത്ഥത്തിൽ അവരുടെ പേര് പറയാത്തതിനാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവലംബിക്കാൻ പറ്റുന്ന ഒരു ഹദീസുകളിലും അത് കൃത്യമായി കാണാത്തത് കൊണ്ടും മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലം ശുഐബ് നബിയുടേതിൽ നിന്നും കുറേ അധികം ദൂരെയുള്ളതാണ് എന്നതിനാലും അത് മദിയനിലുള്ള ഒരു റജുലുൻ സാലിഹൻ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയില്ല. എന്തു തന്നെയായാലും അല്ലാഹു അഅലം. അപ്പോൾ അവരുടെ മറുപടി, ഈ പെൺകുട്ടികളുടെ മറുപടി കേട്ട മൂസ അലൈഹിസ്സലാം അവരെ സഹായിക്കാനായി അവരുടെ കന്നുകാലികളെ കൂട്ടി അവർക്ക് വെള്ളം കൊടുത്തു. സാധാരണ ഈ ആട്ടിടയന്മാരൊക്കെ അവരുടെ ഫ്ലോക്സിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടികൾ അവരുടെ കന്നുകാലികൾക്ക് വെള്ളം കൊടുത്ത് നല്ലവണ്ണം വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങാറ്. പക്ഷേ ഇന്ന് മൂസ അലൈഹിസ്സലാമിൻ്റെ സഹായം കൊണ്ട് അവർക്ക് വേഗം വീട്ടിലേക്ക് തിരിക്കാനായി. അവർ വീട്ടിലേക്ക് പോയി. മൂസ നബി അലൈഹിസ്സലാമും വെള്ളം കൊടുത്ത് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് മാറി. വീണ്ടും അവരോട് സംസാരിക്കാനൊന്നും നിൽക്കാതെ ഒരു ഷെയ്ഡഡ് പ്ലേസിലേക്ക് പോയിരുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി, നാദ, എൻ്റെ റബ്ബേ, ഇന്നി, തീർച്ചയായും ഞാൻ, ലിമാ അൻസൽത, നീ ഇറക്കിത്തരുന്നതിന്, ഇലയ്യ, എനിക്ക്, മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന്, ഫഖീർ, ഞാനതിന് ആവശ്യക്കാരനാണ്. അഥവാ നാദ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏത് നന്മയും എനിക്കിപ്പോൾ ആവശ്യമാണ്. ഞാൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണുള്ളത്. അതാണ് എൻ്റെ നിലവിലെ അവസ്ഥ. ഈ നാട്ടിൽ ആരെയും എനിക്ക് പരിചയമില്ല. എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. ആദ്യമായാണ് ഈ നാട്ടിൽ ഞാൻ എത്തുന്നത് തന്നെ. ഏതു വിധേനയെങ്കിലും എന്നെ സഹായിക്ക് റബ്ബേ, എനിക്കിപ്പോൾ നിൻ്റെ സഹായം ആവശ്യമാണ് നാദ എന്ന് പറയുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. സൂൺ ദെയർ ആഫ്റ്റർ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നിഷ്കളങ്കമായി ഒരു റിവാർഡും തിരിച്ചാഗ്രഹിക്കാതെ ആ പെൺകുട്ടികളെ സഹായിച്ചതിനും അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടും അള്ളാഹുവിനോട് മാത്രം ആ പരിഭവങ്ങൾ ഷെയർ ചെയ്തതിനും അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ചതിനും റബ്ബിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നതിനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുകയാണ്. അധികം താമസിച്ചില്ല. ആ പെൺകുട്ടികളിൽ ഒരാൾ ലജ്ജയോടെ തല താഴ്ത്തി മാന്യമായി വന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൈ ഫാദർ ഇൻവൈറ്റ്സ് യു ദാറ്റ് ഹീ മേ റിവാർഡ് യു. എന്തിനാണ്? അവരുടെ കന്നുകാലികളെ വെള്ളം കൊടുത്ത് സഹായിച്ചതിന്. മൂസാ നബി അലൈഹിസ്സലാം ആ സമയത്ത് തന്നെ ആ ക്ഷണം സ്വീകരിക്കുകയാണ്. ദ സ്റ്റേറ്റ് ഓഫ് എക്സ്ട്രീം ഹെൽപ്ലെസ്നെസ് ഇൻ വിച്ച് ഹി ഫൗണ്ട് ഹിംസെൽഫ് അറ്റ് ദാറ്റ് ടൈം. മൂസാ നബി അത്രമേൽ നിസ്സഹായനായിരുന്നു. അതുകൊണ്ട് ആ റിക്വസ്റ്റ് അല്ലെങ്കിൽ ആ ക്ഷണം, ആ ഇൻവിറ്റേഷൻ ആ സമയം തന്നെ സ്വീകരിക്കുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം എംപ്റ്റി ഹാൻഡഡ് ആയിട്ടാണ് ഈജിപ്ത് വിടുന്നത്. ഹി മസ്റ്റ് ബി ഹംഗ്രി ആൻഡ് ടയർഡ് ബൈ ദ ലോങ് ജേർണി. മാത്രവുമല്ല, ഇത് തൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ അള്ളാഹുവിനോട്, ആ പ്രാർത്ഥനയ്ക്കുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഉത്തരമായിരിക്കാം എന്ന് മൂസ അലൈഹിസ്സലാം കരുതി കാണും എന്നുള്ളതാണ്. മൂസാ നബി അങ്ങനെ ആ പെൺകുട്ടികളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. തൻ്റെ കഥകളൊക്കെയും മൂസാ നബി അലൈഹിസ്സലാം കേൾപ്പിക്കുന്നു. ഈജിപ്തിൽ ജനിച്ചതും ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളർന്നതും അറിയാതെ ഖിബ്തിയെ കൊലപ്പെടുത്തിയതും ഫിർഔനും കൂട്ടരും തന്നെ അന്വേഷിച്ചിറങ്ങിയതും ഈജിപ്ത് വിട്ട് മദിയനിലേക്ക് ഓടി രക്ഷപ്പെട്ട് വന്നതും ഒക്കെ. ഇതൊക്കെ കേട്ടപ്പോൾ മൂസ അലൈഹിസ്സലാമിന് വേണ്ടത് സുരക്ഷയാണ്, അല്ലേ, അമ്നാണ് എന്ന് മനസ്സിലാക്കിയ ആ പിതാവ് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين. فلما جاءه, മൂസ അലൈഹിസ്സലാം എത്തിയപ്പോൾ, ഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ, പിതാവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ, വഖസ്സ അലൈഹിൽ ഖസസ്, ആ കഥകളൊക്കെയും വിശദീകരിച്ച സമയത്ത്, ഖാല, ആ പിതാവ് പറഞ്ഞു, ലാ തഖഫ്, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കേണ്ട, നജൗത, നീ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, മിനൽ ഖൗമിൽ ളാലിമീൻ, മർദ്ദകരിൽ നിന്ന് നീ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
ആരാണ് ആ ലാലിമീൻ, മർദ്ദകർ എന്ന് പറയുന്നത്? ഫിർഔനും ഫിർഔനിൻ്റെ സൈന്യവും കൂട്ടരുമാണ് അല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാരണം ഫിർഔനിൽ നിന്ന്, എന്തുകൊണ്ടാണ് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഫിർഔനിന് മദിയനിൽ ഹോൾഡില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദ ടെറിറ്ററി ഓഫ് മദിയൻ വാസ് ഔട്ട്സൈഡ് ഫറോവസ് എംപയർ. അങ്ങനെ ഇരിക്കുമ്പോൾ വൺ ഓഫ് ദ ടു വിമൻ എൻറ്റേർഡ് ആൻഡ് സെഡ്, മൂസ അലൈഹിസ്സലാമിനോടല്ല പിതാവിനോടായി പറയുകയാണ്, ഖാലത്ത് ഇഹ്ദാഹുമ, അവരിൽ ഒരാൾ അല്ലേ, 2 പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു, യാ അബതി, പ്രിയപ്പെട്ട ഉപ്പ, അല്ലയോ എൻ്റെ പിതാവേ, ഇസ്തഅജിർഹു, താങ്കൾ എന്ത് ചെയ്യുക? മൂസ അലൈഹിസ്സലാമിനെ കൂലിക്കാരനായി, ജോലിക്കാരനായി നിശ്ചയിക്കുക. ഇന്ന ഖൈറ മൻ ഇസ്തഅജർത അൽ ഖവിയ്യു അൽ അമീൻ, താങ്കൾ ജോലിക്ക് നിർത്തുകയാണെങ്കിൽ, അദ്ദേഹത്തെ അങ്ങനെ നിശ്ചയിക്കുകയാണെങ്കിൽ, അദ്ദേഹം തന്നെയായിരിക്കും ഏറ്റവും കവിയായിട്ടുള്ള, അമീനായിട്ടുള്ള ജോലിക്കാരൻ. പ്രിയപ്പെട്ട ഉപ്പ, യു ആർ ഓൾഡ് ആൻഡ് ദെർഫോർ വി ഗേൾസ് ഹാവ് ടു ഗോ ഔട്ട് ടു പെർഫോം ദ ഔട്ട്ഡോർ ഡ്യൂട്ടീസ് അല്ലേ, അവർക്ക് വേറെ ആരുമില്ല. അവർ പറയാണ് വി ഹാവ് നോ ബ്രദർ എയ്തർ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തെ ജോലികളൊക്കെ അവർ നോക്കിയേനെ. പക്ഷേ ഇപ്പോൾ ആകെ ഞങ്ങൾ 2 പെൺകുട്ടികളാണുള്ളത്. അതുകൊണ്ട് അങ്ങ് ഇയാളെ ജോലിക്കാരനായി നിശ്ചയിച്ചാലും, ഹീ ഈ സ്ട്രോങ് അല്ലേ, അൽ ഖവി എന്ന് പറയുന്നുണ്ട്, ആൻഡ് വിൽ ബി ഏബിൾ ടു ഫേസ് ഓൾ കൈൻഡ്സ് ഓഫ് റിഗേഴ്സ്. വിശ്വസ്തനുമാണല്ലോ, അൽ അമീൻ, മാന്യത കൊണ്ട് മാത്രമാണ് അയാൾ അന്ന് ഞങ്ങളെ സഹായിച്ചത്. ഹി നെവർ റേസ്ഡ് ഹിസ് ഐസ് അറ്റ് അസ്, ഞങ്ങളെ നോക്കിയിട്ടേ ഇല്ല. ഇതൊക്കെ കേട്ട് തൃപ്തിപ്പെട്ട ആ പിതാവ് മൂസ അലൈഹിസ്സലാമിനോട് ഒരു ഓഫർ പറയും. എൻ്റെ ഈ 2 പെൺമക്കളിൽ ഒരുവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ 8 കൊല്ലം നീ എനിക്ക് വേണ്ടി ഇവിടെ ജോലി ചെയ്യണം. ഇതാണ് കണ്ടീഷൻ. ബട്ട് ഇഫ് യു കംപ്ലീറ്റ് 10 years, 10 വർഷമൊക്കെ പോവുകയാണെങ്കിൽ അത് നിൻ്റെ ഇഷ്ടം, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. മൂസ അലൈഹിസ്സലാം ആ സമയം തന്നെ ആ ഓഫർ സ്വീകരിക്കും. ഖാല ദാലിക ബൈനി വ ബൈനക്, ഇത് എനിക്കും താങ്കൾക്കും ഇടയിലുള്ള കാര്യമാണ്, ഇത് നമുക്കിടയിൽ തന്നെ തീരുമാനമായി. പക്ഷേ 8 കൊല്ലമാണെങ്കിലും 10 വർഷമാണെങ്കിലും ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഏത് പൂർത്തിയാക്കി കഴിഞ്ഞാലും പിന്നെ ഒരു കാര്യത്തിനും എന്നെ നിർബന്ധിക്കരുത് എന്ന് മൂസ അലൈഹിസ്സലാം പറയുകയും ചെയ്യും. നാം ചെയ്യുന്ന ഈ കരാറിന് അള്ളാഹു സാക്ഷിയാകുന്നു എന്ന് പറയും. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ അടുത്ത 10 വർഷങ്ങൾ മദിയനിൽ മരുഭൂമിയോടൊപ്പം കന്നുകാലികളെ മേച്ചും ക്ലേശങ്ങൾ അനുഭവിച്ചും ക്ഷമയും സഹനവും പഠിച്ചും മൂസ അലൈഹിസ്സലാം കഴിച്ചുകൂട്ടുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഫിർഔനിൻ്റെ കൊട്ടാരത്തിലുള്ള ജീവിതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലൈഫാണ് മൂസ അലൈഹിസ്സലാം മദിയനിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? മഹത്തായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി മൂസ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ്, പ്രവാചകനാക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാസ് ട്രെയിനിങ് പ്രോഫറ്റ് മൂസ. അതാണ് നമുക്ക് മദിയനിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇൻഷാ അള്ളാഹ് അടുത്തൊരു ഫേസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ മദിയനിൽ വെച്ച് തന്നെ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത സെഷനിൽ നമുക്ക് സംസാരിക്കാം, പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.